ഹലോ നമസ്കാരം. അജൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡേ വിത്ത് മൈ പെറ്റ്സിൻ്റെ 4ാമത്തെ പാട്ടാണ്. ഇത് കുറേ ദിവസങ്ങളായി എടുത്തു വെച്ചിട്ട്, പക്ഷേ നമ്മളുടെ സൗണ്ടില്ലായ്മ ഒക്കെ കാരണം അതിങ്ങനെ നീണ്ടു പോയി. ഇപ്പോഴാണൊന്ന് സൗണ്ടൊന്ന് കറക്റ്റായത്. ഇടയ്ക്കൊന്ന് വന്നതായിരുന്നു, പിന്നെ വീണ്ടും പോയി. ഇപ്പോൾ ഒന്ന് സെറ്റായപ്പോൾ വീഡിയോ വോയിസ് കൊടുത്തിടാൻ വെച്ചു. അപ്പോൾ നമ്മൾ എവിടെ നിർത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, റിപ്പോർട്ടിംഗ് ആണ് നിർത്തിയത് ഉച്ചയ്ക്ക് മുന്നേ. അങ്ങനെ ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. 12 മണി കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ടെഡിയുടെ കറക്റ്റ് 12 മണിയാകുമ്പോൾ ടെഡിക്ക് അറിയാം. അത് പള്ളിയിൽ നമ്മുടെ പള്ളിമണി കൊട്ടും 12 മണിക്ക്. അത് നമ്മൾ കേട്ടില്ലെങ്കിൽ കൂടെ അവനത് കേട്ട് അത് കഴിയുമ്പോൾ തൊട്ട് അവനും വിളി തുടങ്ങും. കാരണം അവനറിയാം അവൻ്റെ സമയം, ഫുഡിൻ്റെ സമയമായി. അപ്പോൾ അവന് നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും തൈരുമാണ് ഉച്ചയ്ക്ക്, അതായത് ഒരു 12 മണി നേരത്തെ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ നമ്മളുടെ കുക്കിക്കും ഉണ്ട് കേട്ടോ, ഒരു പാർട്ട്. ചിലപ്പോൾ കഴിക്കൊന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ മാതിരി രാവിലെ ഒരു കുറച്ച് പാലുണ്ട്. വളരെ കുറച്ചുള്ളൂ കേട്ടോ, അധികം ഒന്നും പാല് കൊടുത്താലൊന്നും വയറൊന്നും ശരിയാവില്ല. കുറച്ച് പാല്, അത് കഴിഞ്ഞ് പിന്നെ അവളുടെ ഷിറ്റ്സൂൻ്റെ RCയുടെ ഫുഡുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും അവൾക്ക് ഉച്ചയ്ക്ക് നമ്മൾ ആ ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അവൾ കഴിക്കില്ല. ചില ദിവസം എന്തോ കഴിക്കണ കാണാം. ടെഡിക്ക് ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ ഉരുട്ടി കൊടുക്കണ എപ്പോഴാണെന്നറിയോ, ചിലപ്പോൾ അവന് വല്ല ഗുളിക കൊടുക്കുന്നുണ്ടാവും, മറ്റേ ഡിവോമിൻ്റെ ഗുളികയോ അങ്ങനെ വേറെ എന്തെങ്കിലും വയ്യാതെ എന്തെങ്കിലും ഗുളിക ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഉരുട്ടി കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ വേഗം, എന്താണെങ്കിലും പച്ചച്ചോറാണെങ്കിലും അവൻ കയ്യിൽ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വേഗം കഴിക്കും. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാരണം വെറുതെ ഉരുട്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡിവോമിങ്ങിൻ്റെ മരുന്നാണെങ്കിൽ അവന് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഈ ചോറിൻ്റെ ഉള്ളിലാണെങ്കിലും ആൾ ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ചക്കി എടുക്കുന്നുണ്ട് കാറിൻ്റെ അടിയിൽ. ചക്കിയുടെ വീടെന്ന് പറഞ്ഞാൽ കാറിൻ്റെ അടിയിലാണ്. പകൽ മൊത്തം രാവിലെ തൊട്ട് ഞാൻ വൈകിട്ട് ഒരു 5 മണിക്ക് വരുന്ന വരെ അവൾ അതിൻ്റെ അടിയിലാണ്. രാവിലെ ഫുഡൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കുക്കി കിടന്ന് ഉറങ്ങണമൊക്കെ എൻ്റെ ഇവിടെ. അത് നമ്മൾ വന്ന് കിടന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മളെങ്ങനെ ചൊറിയും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ. അത് ആരാണെങ്കിലും താഴെ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറേ നേരം കടിച്ച് നമ്മളെ മാന്തി, പിന്നെ നമ്മൾ അവളെ മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഉറങ്ങുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാഡം പിന്നെ നമ്മളുടെ അടുത്ത് തന്നെ അങ്ങനെ അനങ്ങാണ്ട് അവളും കിടന്നുറങ്ങും. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ അവൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അന്ന്. പിന്നെ ഉറങ്ങുമൊന്നുമില്ല, ചിലപ്പോൾ കുറച്ച് നേരം ഉറങ്ങും. പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പറയില്ലേ പൂച്ചുറക്കം പോലെയാണ്. നന്നായി ഒന്ന് ഉറങ്ങും, പിന്നെ അപ്പോഴേക്കും പെട്ടെന്ന് ഒരു സൗണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് ചാടിപ്പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരു 1:30 ആകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയുറക്കമൊന്നും പറയാനില്ല കേട്ടോ, വെറുതെ ഒന്ന് നടു നിർത്താൻ വേണ്ടി ഇങ്ങനെ കിടന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ റംബൂട്ടാൻ കേട്ടോ, നമ്മളുടെ അല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ റംബൂട്ടാനാണ്. അതിൻ്റെ പകുതി ഭാഗം അവരെ വീട്ടിക്കും, പകുതി ഭാഗം നമ്മുടെ വീട്ടിക്കാന്ന് മാത്രം. അപ്പോൾ ഈ റംബൂട്ടാൻ്റെ ഈ സൈഡ് മൊത്തം, ഈ സൈഡല്ല 2 സൈഡും നിറയെ പൂത്തുണ്ട്. എന്താ പറയുക, നമ്മൾക്കിങ്ങനെ കൊതി വരുന്ന പോലെ പൂത്തുണ്ട്. കണ്ണിടാനൊക്കെ പറ്റിയ അത്രയധികം പൂത്തുണ്ട്. നമ്മളുടെ മാവും പൂത്തുണ്ട്, പക്ഷേ ഇപ്രാവശ്യം വളരെ കുറവുള്ളൂ. നമ്മൾ മാവല്ലെങ്കിൽ നിറയെ പൂത്ത് കുറേ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റാണ്. ഒരെണ്ണം തന്നെ എനിക്ക് തോന്നുന്നു 1 കിലോ. നമ്മളിത് വാങ്ങിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നത് തേങ്ങയുടെ അത്ര വലിപ്പമുള്ള മാങ്ങ ഉണ്ടാവുന്നു. അത് കറക്റ്റായിട്ടോ, അത്ര ഭയങ്കര വലിയ തേങ്ങയല്ല, എന്നാലും ഒരു മീഡിയം സൈസ് തേങ്ങ പൊളിച്ചതൊന്നുമല്ല, അത്യാവശ്യം നല്ല തേങ്ങ അത്രയും ഉണ്ട്. നല്ല ടേസ്റ്റുമാണ്. കാരണം മാങ്ങാണ്ടി എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള, എല്ലാവരും വരുമ്പോൾ ചോദിക്കും ഇതിൻ്റെ പേരെന്താ ഇത് വാങ്ങിക്കാനായിട്ട്. പക്ഷേ നമുക്കറിയില്ല, നമ്മൾ 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴൊക്കെ വാങ്ങിച്ചിട്ടുള്ള പേരൊന്നും അറിയില്ല. വാങ്ങിച്ചു വെച്ചു. നല്ല ടേസ്റ്റുള്ള മാങ്ങ ഇപ്രാവശ്യം വളരെ കുറവാണ്. ഇപ്രാവശ്യം അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴേക്കും പതുക്കെ ഞങ്ങൾ ചോറിനൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിയൊക്കെ ആയിരുന്നെങ്കിൽ മഴ പെയ്ത് തുടങ്ങി. അപ്പോൾ അതേ നീതിയും കൂടെ വന്നിട്ടുണ്ട്. കാറിൻ്റെ അടി കിടന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞില്ല ഭയങ്കര. ഇത് നമ്മളുടെ കാറല്ല, നമ്മുടെ കിച്ചണിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. കറക്റ്റ് അവർ ഇന്നാണ് വന്നത്. മഴയും കറണ്ടും പോയില്ല. മഴയും കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, കൊടുങ്കാറ്റ് പോലെയാണ് പറയുന്നുണ്ടായിരുന്നു. കണക്ക് കിടന്ന് ആടുന്നുണ്ട്. കൊള്ളിയും ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക സമയമില്ലാത്ത സമയത്തുള്ള നമ്മുടെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ എല്ലാതും പൂവിട്ട് അങ്ങനെയാണ് കുറേ മാവിൻ്റെ പൂക്കുണ്ട് കല്ലൂർന്നൊക്കെ മാവിൻ്റെ പൂവൊക്കെ ഇതുവരെ കിച്ചണിലെ ഞാൻ പറഞ്ഞില്ലേ വർക്ക് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവളെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവളെ കിച്ചണിൽ കാരണം കിച്ചണിൽ അവർ സാധനങ്ങൾ മുഴുവൻ പരത്തിട്ടിരിക്കുകയാണ്. ആ കബോർഡിൻ്റെ കുറേ സ്പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുഴുവൻ അവൾ നശിപ്പിക്കുന്നത് കാരണം കെട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ മില്ലിയും ചക്കിയും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ വീട്ടിൽ അറിയാത്ത ആരെങ്കിലും സൗണ്ടോ ആൾക്കാരോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ മില്ലി അവിടെ നോക്കുമായിരുന്നു ആരോ കേൾക്കുമ്പോൾ അവിടെ നിൽക്കാറ്. സാധാരണ മഴയും ഇടിയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വേഗം അവർ എവിടെയാണെങ്കിലും വീടിൻ്റെ അകത്തേക്ക് വരും. എന്നിട്ട് അവിടെ അങ്ങനെയൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. അവർ അവിടെ തന്നെ നിന്ന് പരിങ്ങാണ്. ഇങ്ങോട്ടും വരാൻ പറ്റില്ല അങ്ങോട്ടും വരാൻ പറ്റില്ല. പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്തതാട്ടോ. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ കാറ്റൊക്കെ ഒന്ന് കുറഞ്ഞു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റംബൂട്ടാനുണ്ടല്ലോ, ഈ റംബൂട്ടാൻ ഇങ്ങനെ പൂത്തല്ല കായ്ക്കില്ല. പിന്നെ റെഡ് കളറൊക്കെ ആകുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ ഇടും. ഞാൻ അമ്മയോടും പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ചെയ്യണം ഇവിടെ നിന്നിട്ട്. കാരണം ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ടെറസിൽ നിന്നിട്ടാണ് ശരിക്കും കറക്റ്റ് വ്യൂ. അവർക്ക് പോലും അവരുടെ ടെറസിൽ നിന്നായി ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടില്ല. അത്ര അധികം റംബൂട്ടാനാണ്. ഞാൻ എന്തായാലും ഇത് പഴുത്ത് വരുമ്പോൾ ഇടാം കേട്ടോ. പിന്നെ ഇതെന്താ, പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി. നമ്മളുടെ മഴയൊക്കെ കഴിഞ്ഞ് നല്ല മഴ പെയ്തു. അങ്ങനെ ഒരു 4-5 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടത് നമ്മളുടെ കോളിഫ്ലവറൊക്കെയാണ്. പക്ഷേ കോളിഫ്ലവർ ഞാൻ വിചാരിച്ചു പൊട്ടിക്കാറായിരുന്നു. പക്ഷെ പൊട്ടിക്കാറായിട്ടില്ല. അത് കാരണം ഞാൻ അവിടെ തന്നെ വെച്ചു. ഇത് നമ്മളുടെ കിലോപ്പേര കേട്ടോ. കിലോപ്പേര ഒരു 3 എണ്ണം താഴെ. കിലോപ്പേര ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമായിട്ടുണ്ടാവണം വളരെ കുറവാണ്. ഒരു കൊലയമേ 3 എണ്ണമൊക്കെ അടുപ്പിച്ചുണ്ടാവും. അടുപ്പിച്ചെന്ന് വെച്ചാൽ ഒട്ടി ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ 3 എണ്ണം കൂടെ വീണ ഒരു പ്രശ്നം വരാം. അപ്പോൾ അതങ്ങനെ ഒരു ഇതുണ്ട് കണ്ട. അത്ര വലുതാണ് കിലോപ്പേര. എന്തൊരു വലുതാണെന്നറിയാം ഇത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ആ പാത്രത്തുമ്മലുണ്ടല്ലോ അതുമ്പോൾ മുട്ടിയിരുന്ന് ചെറിയ കേടല്ല അങ്ങനെ ചതഞ്ഞ പോലെയായിട്ടുണ്ട് ഈ ആ 2 എണ്ണല്ലേ താഴെയുള്ള 2 എണ്ണത്തുമ്മ. അപ്പോൾ അത് അതാ ഒരെണ്ണത്തുമ്മ. അപ്പോൾ അത് 1 എണ്ണം 2 എണ്ണമൊക്കെയാണ് കിട്ടുള്ളൂ. പക്ഷേ പുഴു വന്നിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി ആ കവറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ എണ്ണം ഇതുണ്ട്. കുറേ എണ്ണം ചെറുതായി ചെറിയ കായകളുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് കവറിട്ട് വെക്കണം. അതൊരു വലിയ മടിയുള്ള പണിയാണ് എനിക്ക് സത്യം പറയാലോ. കവറൊക്കെ ഇട്ട് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ആ ഒരു വെരിഗേറ്റഡ് പാരൻ്റല്ലോ അതുമ്മലും കുറേ ഉണ്ട്. കുറേ കുഞ്ഞുങ്ങളുണ്ടായി. അതിന് കവറിട്ട് വെച്ചാലാണ് അവർ പുഴുവില്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ. അയ്യോ പക്ഷേ നല്ല മടിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് പൊട്ടിക്കാൻ നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നത് ആയിട്ടില്ല എന്ന്. എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് എനിക്ക് ക്യാബേജ് ഞാൻ ഉണ്ടായി കിട്ടണത്. അപ്പോൾ ഒരു 6 ചട്ടിയിലുണ്ടായിരുന്നു. 6 ചട്ടി ക്യാബേജും 6 ചട്ടി കോളിഫ്ലവറുമാണ് വെച്ചിട്ടുണ്ടായത്. ക്യാബേജ് എല്ലാതും ഉണ്ടായി. ഇത്രയും കണ്ടില്ലേ. അപ്പം ഞാൻ കൈ പിടിച്ചില്ല. അത്രയും ആയിട്ടുണ്ട്. പക്ഷെ ഇത് മൂത്തോ പൊട്ടിക്കാറായൊന്നും ഒരു ഐഡിയ ഇല്ല. കോളിഫ്ലവർ ഒരെണ്ണം പോലും പൂത്തിട്ടില്ല. എനിക്കറിയില്ല ഇനി കോളിഫ്ലവർ ലേറ്റ് ആയിട്ടാണോ ഉണ്ടാവണത് കായ്ക്കണതെന്ന് അറിയില്ല. ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും കുറവാണോ എന്ന് അറിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇത് നമ്മളുടെ എന്താ ഇതാണ് എന്നിട്ട് അതിൻ്റെ പേര് ബ്രിഞ്ചാൾ എന്നിട്ട് അതിന് പറയണം മറന്നുപോയി. അത് സത്യം പറയുകയാണെങ്കിൽ പൊട്ടിക്കാറേ ഇല്ല. സാമ്പാറേക്ക് മാത്രം ഓരോന്നൊക്കെ പൊട്ടിക്കാറുള്ളൂ. ഇതൊരൊറ്റ ഒരു കടയമ്പലാണ് ഈ മൊത്തം നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് സ്ലോ ഉണ്ടായി വരുമ്പോഴേക്കും നമുക്ക് ഉപ്പേരി വെക്കാനുള്ള അത്ര കിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും അപ്പോഴേക്കും മൂക്കും. അപ്പോൾ പിന്നെ ഞാനത് പൊട്ടിക്കില്ല. അങ്ങനെ ഒരു മഞ്ഞ കളർ പൂങ്കാവനായിട്ടുള്ളത്. പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മൾക്ക് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ അത് ഒരു ഒക്ടോബർ വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ തന്നെ ഒരു 8 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു അടിപൊളിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഇവിടെ കുറേ ചട്ടിയിൽ നമ്മൾ വലിയ ചട്ടിയിൽ ഒരു പേരയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമ്മലൊക്കെ കുറച്ച് കീടങ്ങളൊക്കെ അങ്ങനെ എന്താ പറയുക അതിനെ വൈറ്റ് കളറുള്ള സാധനം അതോ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ ഇതാണ് നമ്മളുടെ റംബൂട്ടാൻ. മറ്റേത് അവരുടെ റംബൂട്ടാൻ, പക്ഷെ നമ്മുടെ പറമ്പിലേക്ക് നിൽക്കണ റംബൂട്ടാൻ. ഇത് നമ്മളുടെ റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട്. നന്നായി പൂത്തിട്ടുണ്ട്. കായ പക്ഷേ വളരെ കുറവാണ്. പല ടൈപ്പാണല്ലോ. കായ പിടിക്കൽ വളരെ കുറവാണ്. ഒരു എന്താ പറയുക ഇപ്പോൾ ഇത് എന്തായിരുന്നു അതിൻ്റെ പേര് കുരുമുളകിൻ്റെ അത്ര ആയിട്ടുള്ളൂ. പക്ഷെ കൊഴിയൽ കുറവാണ്. കൊഴിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊലയിൽ ഒരു 3-4 എണ്ണമൊക്കെ പിടിക്കുള്ളൂ. പക്ഷെ മറ്റേതുണ്ടല്ലോ അവരുടെ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഒരു കൊലയിൽ
ഒരു 10-20 പിടിക്കുന്നുണ്ട് നിറയെ പൂത്തിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഏജ്ഡായിട്ടുണ്ടല്ലോ, അതിന് 6-7 കൊല്ലമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചേച്ചി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 3 കൊല്ലമല്ല ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവും. പിന്നെ നമ്മളുടെ മുളകുകൾ കുറേ ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല അതെങ്ങനെ, ഞങ്ങൾക്ക് കുറേ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നാലും ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അത് അങ്ങനെയാണ്, മുളക് ഉണ്ടായി തുടങ്ങിയാൽ കുറേ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് മറ്റേ നെയ്മുളക് പോലെ ചക്കമുളകൊക്കെ ഇട്ട് ഇങ്ങനെ തക്കാളി മുളകൊക്കെ അന്ന് ഞാൻ കാണിച്ചെന്നില്ലേ മഞ്ഞയും, അതൊക്കെ ഒരു മോര് കറിയിൽ ഒരെണ്ണം ഇട്ടാൽ മതി, അപ്പോഴേക്കും അത് എരിഞ്ഞിട്ട് കൂട്ടാൻ പറ്റില്ല. മുട്ട നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 5-6 മുട്ട ഉണ്ടാക്കുമ്പോൾ അത് ഒരെണ്ണം ഇട്ടാൽ തന്നെ അതിന് എരിഞ്ഞിട്ട് പാടുണ്ടാവില്ല മുട്ട. അത്രയും എരിവുള്ളൊരു മുളകത്. അങ്ങനെ നമ്മളെ ഡ്രാഗൺ, അങ്ങനെ ഇതോടുകൂടെ നമ്മളെ ഡേ വിത്ത് മൈ പെറ്റ്സിൻ്റെ ഒരു ദിവസം 4 പാർട്ടായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പുറത്തേക്കൊക്കെ പോയി. ഞങ്ങൾ തൃപ്രയാറ് കുറച്ച് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പോണതിന് മുന്നേ ചെറിയ ഫോട്ടോഷൂട്ട് എടുത്തതാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക വിശേഷങ്ങൾ എന്ന് പറയണത്. അപ്പോൾ നമ്മളുടെ ബൊഗൈൻ വില്ലാസൊക്കെ മൂന്നാമതും പൂത്ത് നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.